അപ്പൻ എൻ്റെ ഓർമ്മയിൽ മൊത്തം അപ്പൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പോകുന്നത് പോലെ കണ്ടത്തിൽ അധ്വാനിച്ചിട്ട് വൈകുന്നേരം തിരിച്ച് 6 മണിക്ക് സന്ധ്യയ്ക്ക് കയറി വരുന്ന ആളാണ് എൻ്റെ മനസ്സിലുള്ള അപ്പൻ ചെറുപ്പത്തിൽ. കണ്ടം ക്രിയേറ്റർ. പുള്ളി കണ്ടം ക്രിയേറ്റർ ആയിരുന്നു. പുള്ളി കണ്ടത്തിൽ നിന്നാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഫാദർ ഇവിടെയും കൃഷിക്കാരൻ ഇവിടെയുമാണ് പുള്ളിയുടെ ലെവൽ. ഞാൻ കണ്ടോടെയും പിള്ളേര് കണ്ടം പറയാം. അങ്ങനെ 3 കണ്ടംപറി പിള്ളേര്. അപ്പോൾ അപ്പനൊരു 6 മണി 6:30 ആകുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയത്തേക്ക് ഇദ്ദേഹം ഒന്ന് ചെളിയായിട്ട് കയറി വരുന്ന അപ്പഴാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ പുള്ളി ഭയങ്കര ടെമ്പറായിരിക്കും, കാരണം ഇത്രയും ജോലി ചെയ്ത് അധ്വാനിച്ച് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഈ പറപ്പ് കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അപ്പൻ ഈ തോർത്ത് വീശിയൊക്കെ അടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേട്ടന് കിട്ടുമായിരുന്നു നല്ലപോലെ നനഞ്ഞ് തോർത്ത് വീശി അപ്പൻ അടിക്കും ദേഷ്യം. അത് ഭയങ്കര സൗണ്ടുമാണ്, നമുക്ക് നല്ല അടി കിട്ടിയാൽ നല്ല ഇരിപ്പത് അടിയുമാണ്. അപ്പം അങ്ങനെയുള്ള കൃഷിഭൂമി നമ്മൾ ഈ അപ്പനെ ഈ കാണുന്ന കൃഷിഭൂമി നമ്മളെ കാണിക്കുന്ന വെക്കേഷൻ സമയത്താണ്. അപ്പം നമ്മളവിടെ കൊണ്ടുപോകും, ചേട്ടനെ എന്നെ അനിയനെ. 50 സെന്റിലാണ് നിങ്ങൾ. അയ്യോ, അത് നമ്മളെ ചെറുപ്രായത്തിൽ അതിന്റെ അത്ഭുത ലോകമായിരുന്നു. അത് പല കൃഷി അത്രയും വലിപ്പമുണ്ട്. പാത്തി വെട്ടിത്തിരിച്ച് ഇതെല്ലാം പുള്ളി ഒറ്റക്കാ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു 4 5 തുണ്ടായിട്ട് നടുക്കൂടെ വെള്ളം ഒഴുകുന്ന പാത്തി, ഒരു ചെറിയ തോടിലേക്ക് വെള്ളം ഒഴുകുന്ന പാത്തി. ഇത് ഓരോ തുണ്ടിലും പല ടൈപ്പ് ഓഫ് കൃഷിയായിരിക്കും. ഇപ്പം ഇടവിള എന്നൊക്കെ പറയാം അതിന്. ഒന്നിൻ്റെ കൂടെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന വേറെ ഇടവിള വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം മത്തൻ, കപ്പ, വാഴ, പയറ്, പന്തലിടും. അതിന് പയറൊക്കെ പന്തലാണ്. പയറ്, പടവലം, പാവൽ, ഇതൊക്കെ പന്തലിട്ടാ അത് പന്തലിട്ട് ഉള്ള സ്ഥലത്ത് എല്ലാ മാക്സിമം എല്ലാ കൃഷിയുണ്ട്. ഒരുപാട് കൃഷിയുണ്ടായിരുന്നു. അപ്പം മധുരക്കിഴങ്ങ്, കൂർക്ക, തണ്ണിമത്തനൊക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പുള്ളിക്ക് ഏറ്റവും സ്കില്ലുള്ള സാധനം കൃഷിയൊക്കെ തന്നെയാണ്.